എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കാൻ കഴിയുമോ എന്നോട് ചോദിക്കുകയുണ്ടായി. അള്ളാഹു കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും എന്ന് ഒരു പുസ്തകത്തിൽ എഴുതിയത് തെളിയിക്കാൻ നോക്കൂ. നിങ്ങൾ ആ കേൾക്കുക ഭാഗം പെട്ടെന്ന് പറഞ്ഞു പോകാം. അള്ളാഹുവിനെ പോലെ ഇനി അയാൾ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോളി. അള്ളാഹിനെ പോലെ ചോദ്യം വരുന്നുണ്ട്. എന്നാ അള്ളാഹു നൽകിയിട്ടുണ്ടോ അള്ളാഹിനെ പോലെ കാണാനും അള്ളാഹിനെ പോലെ കേൾക്കാനും അള്ളാഹിനെ പോലെ അറിയാനും? ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിനെ പോലെ ഔലിയ അറിയും, അള്ളാഹുവിനെ പോലെ ശൈഖന്മാര് കാണും, അള്ളാഹുവിനെ പോലെ ശൈഖന്മാര് അറിയും, കേൾക്കും എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് ഉദ്ധരിച്ചത് എന്ന് പേരോട് ഇവിടെ പറയണം. എവിടെയാ എഴുതിയത് എന്ന് മൗലവി പറയണം. എവിടെയാ എഴുതിയതെന്ന് മൗലവി പറയണം. മൗലവി പറഞ്ഞത് നിങ്ങൾ വായിക്കുന്നത് ഒന്ന് കേട്ടോളൂ. എവിടെയാ പറഞ്ഞത് അപ്പോ മനസ്സിലാവും. കേൾക്ക്. ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂപ്പരൻ സമ്മതിച്ചില്ലേ? ഇതന്നെ വായിച്ചത്. ഇത്രേ പണിയുള്ളൂ. പിന്നെ മൂപ്പരൻ പറയണ ഇവിടെ വന്നിട്ട്, മൗലവി ഇവിടെ വന്നിട്ട് പറയണേ, ഞാൻ ഒറ്റ പ്രാവശ്യം പ്രസംഗിച്ചു പോകാനാ വിചാരിച്ചത്, പേരോട് എന്നെ കൊണ്ട് പിന്നെയും പറയിപ്പിക്കണേന്ന്. പച്ച കള്ളം പറഞ്ഞതാ അതിന്റെ പേരിൽ. ഞാൻ ഇവിടെ അത് പറഞ്ഞില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം ഒന്നല്ല ഇവിടെ വരാൻ വിചാരിച്ചു. എത്ര വേണമെങ്കിലും വരാൻ തന്നെ തീരുമാനം അല്ലേ? ഇതിവിടെ എന്താ പറഞ്ഞു തരുമോ? ഒറ്റ പ്രാവശ്യം പ്രസംഗിച്ചു പോകാനാ മൗലവി വിചാരിച്ചത്. എന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞില്ല നിങ്ങള്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ സുഹൃത്തുക്കളെ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ ആ മറ്റേ വഷളം കറാമത്തുണ്ടല്ലോ, ആ കറാമത്തിന്റെ കിതാബ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഒരിക്കേണ്ട് വായിച്ചു പോകാനാ വിചാരിച്ചു, പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഒരിക്കേണ്ട് വായിച്ചു പോകാനാ ഞാൻ പറഞ്ഞത്. അപ്പൊ മൂപ്പര വായിച്ച് എന്നുള്ളതിന് മാറ്റിയിട്ട് എന്താക്കി, ഒരിക്കൽ പ്രസംഗിച്ചു പോകാനാ മൗലവി വിചാരിച്ചത്. വിടുവോന്ന് കേട്ടു നിങ്ങൾ ആ ഭാഗം? അയാൾ പറയുന്നത് പേരോട് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഞാൻ ഒറ്റ പ്രാവശ്യം പ്രസംഗിച്ചു പോകാന്നാ വിചാരിച്ചത്. ഞാൻ പറഞ്ഞത് എന്താന്ന് കേട്ടോ? പ്രസംഗിച്ചു എന്നാണോ ഞാൻ പറഞ്ഞത്? വായിച്ചു പോകാന്നാ വിചാരിച്ചതെന്ന് കേട്ടോളൂ. പറയിപ്പിക്കേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട്, നമ്മളിതൊക്കെ ഒരിക്കാണ്ട് വായിച്ചു പോകാനാ വിചാരിച്ചത്. കണ്ടോ? പറയിപ്പിക്കേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട്, നമ്മളിതൊക്കെ ഒരിക്കാണ്ട് വായിച്ചു പോകാനാ വിചാരിച്ചത്. കണ്ടോ? ഒരിക്കലൊക്കെ വായിച്ചു പോകാന്നാ വിചാരിച്ചത് പോലും, എന്നിട്ട് ഞാൻ പറയിപ്പിക്കാണ് പോലും. കണ്ടോ? എന്താണ് തെറ്റിദ്ധരിപ്പിക്കല്? ഒരിക്കലും വായിച്ചു പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്, നിങ്ങളിനെ കൊണ്ട് ഇനി ഇത് വായിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഒരിക്കലും പ്രസംഗിച്ചു പോകാനാ വിചാരിച്ചതെന്ന് പച്ച കള്ളം ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ്? യാതൊരു പേടിയില്ലേ? പിന്നെ മൂപ്പര് പറയും,